നിന്നിലലിയ രചന ആഷ്ലി, അവതരണം സാലിം കരുണ. താങ്ക് യു സർ, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഒരു വന്നല്ലോ. ലിയോണിന്റെ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും വെളിയിൽ നിന്ന് കാർത്തിക ആൽഫിയും ശിവയെ നോക്കി പറഞ്ഞു. ഏയ്, താങ്ക്സ് ഒന്നും വേണ്ട കാർത്തിക, താൻ വന്ന ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരമാണ്. എന്തായാലും ലിയോൺ ഇവയെ കാണാൻ ഉടനെ വരും. അപ്പോൾ താനും വരണം കേട്ടോ. ആൽഫി അവളോട് പറഞ്ഞതും ചിരിയോടെ തലയാട്ടി കാർത്തിക. അവളോട് യാത്ര പറഞ്ഞ് ശിവയും ആൽഫിയും ഇറങ്ങി. എടാ, ആ കൊച്ചിനോടൊന്ന് സംസാരിക്കേണ്ടടാ. വേണം, ആദ്യം ലിയോണും ഇവയും തമ്മിൽ കാണട്ടെ, എന്നിട്ടാകാം. പോകുന്ന വഴി ശിവ ചോദിച്ചതും ആൽഫി മറുപടി നൽകി. സാറ മുകളിൽ നിന്നും താഴെ ഹാളിലേക്ക് പടികളിറങ്ങി വരികയാണ്. അപ്പോഴാണ് അകത്തെ അബ്രഹാമിന്റെ മുറിയിൽ നിന്നും എന്തോ നിലത്ത് വീഴുന്ന ശബ്ദം കേട്ടത്. സാറ ഓടിപ്പിടിച്ച് അങ്ങോട്ട് ചെന്നു. പാതി തുറന്നിട്ട വാതിൽ വഴി അകത്തേക്ക് നോക്കിയതും കണ്ടത് നിലത്ത് വീണ് കിടക്കുന്ന എബ്രഹാമിനെയാണ്. ഒയ്യോ എബിച്ചായ! നിലവിളിച്ചുകൊണ്ട് സാറ് ഓടിച്ചെന്ന് അയാളെ പിടിച്ചതും. തൊട്ടുപോകരുതന്നെ! അവരുടെ കൈകൾ തട്ടിമാറ്റി ദേഷ്യത്തിലയലറി. ഞെട്ടിപ്പോയ സാർ അവരുടെ പിറകോട്ട് വേച്ചു പോയി. ആരോട് ചോദിച്ചിട്ടാടി നീ മുറി കയറിയേ? എന്ത് ധൈര്യത്തിലാടി എന്റെ ദേഹത്ത് നീ തൊട്ടേ? കൈകുത്തി പിടിച്ച് നിലത്ത് കിടന്ന് എബി അലറി. സാറയുടെ കണ്ണു നിറഞ്ഞു തുടങ്ങി. പ്രാണനെ പോലെ കാണുന്ന ആളുടെ മുഖത്ത് കാണുന്ന വെറുപ്പ് അവരിൽ വേദന നിറഞ്ഞു. അത് ഞാൻ വീണത് കണ്ടപ്പോ ഒന്ന് സഹായിക്കാൻ വന്ന അവര് വാക്കുകൾ വിക്കി പറയാൻ തുടങ്ങി. വീണപ്പോ സഹായിക്കാൻ വന്നേക്കുന്നു പോലും. നീ എനിക്ക് തന്ന വേദനയിൽ കൂടുതലൊന്നും എനിക്ക് ഈ വീഴ്ചയിൽ നിന്ന് കിട്ടിയിട്ടില്ലടി. ഉച്ചത്തോടെ സാറയെ നോക്കി എബ്രഹാം അലറിയതും അവരുടെ മുഖം താണു. നിറഞ്ഞു വന്ന കണ്ണുനീരാണ് പൊട്ടി ഒഴുകി. അപ്പോഴേക്കും എബ്രഹാമിന്റെ അലർച്ച കേട്ട് അടുക്കളയിൽ നിന്ന് മനുവും മുകളിൽ നിന്ന് നീയും ഓടി ചെന്നിരുന്നു. അയാളുടെ മുറിക്ക് പുറത്തിയായി ഇരുവരും കാണുന്നത് നിലത്ത് വീണ് കിടന്ന് സാറക്ക് നേരെ ചീർന്ന എബ്രഹാമിനെയാണ്. യോ അപ്പാ! അനുവേഗം അകത്തേക്ക് ഓടാൻ തുനിഞ്ഞതും നീ അവളുടെ കയ്യിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു. അരുതെന്ന് തലയാട്ടി അവൾ കാണിച്ചതും ആനു പുറകിലേക്ക് തിരിഞ്ഞു. ഇവിടെ നിന്ന് മോകാതെ ഇറങ്ങി പോടി എന്റെ മുന്നിൽ നിന്ന്. നിന്റെ നിഴല് പോലും കാണണ്ട എനിക്ക്. എബ്രഹാം വീണ്ടും മരിച്ചത്തോടെ അലറിയതും അത് കേട്ട് സഹിക്കാൻ വയ്യാത്ത സാറ വിഷമത്തോടെ തിരിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ പുറകിൽ നിന്ന് എബ്രഹാം ബന്ധപ്പെട്ട് നിലത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് സാർക്ക് കേൾക്കാമായിരുന്നു. സാറയുടെ ചങ്ക് പൊടിയാൻ തുടങ്ങി. അടുത്ത നിമിഷം എന്തോ തീരുമാനിച്ചെടുത്ത പോലെ കണ്ണുകൾ ഇറുകിയടിച്ച് സാറ എന്നിട്ട് വേഗം തിരിഞ്ഞു ചേർന്ന് നിലത്ത് കിടന്ന എബ്രഹാമിനെ പിടിച്ച് എതിൽപ്പിക്കാൻ തുടങ്ങി. നിന്നോടല്ലടി പറഞ്ഞേ എന്നെ തൊടേണ്ടത്. അവളുടെ പിടിയിൽ നിന്നും കുതറിക്കൊണ്ട് എബ്രഹാം അലറി. തൊടാതെ ഒരാളെ താങ്ങി പിടിക്കാൻ എനിക്ക് അറിയാൻ മേല. ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരാളിങ്ങനെ വീട് കിടക്കുമ്പോൾ ഇട്ടേച്ച് പോകാൻ എനിക്ക് പറ്റുകയില്ല. ഉള്ള ധൈര്യത്തിൽ വാശിയോടെ പറയുന്നതിനൊപ്പം തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അയാളെ പൊക്കി കട്ടിലേക്ക് വലിച്ചിരുത്തിയിരുന്നു സാറ. തന്നൊറ്റക്ക് പിടിച്ച് പൊക്കിയവളെ കാണുകയെ എബ്രഹാമിന് പെട്ടെന്ന് അതിശയം തോന്നി. ഇനി ഞാൻ പൊക്കോളാം, അടുത്ത തവണ വീഴുമ്പോൾ വിളിച്ചാൽ മതി, ചീത്ത കേൾക്കാൻ ഞാൻ വന്നോളാം. അയാളെ നോക്കി അത്രയും കൂടെ പറഞ്ഞൊപ്പിച്ചിട്ട് സാറ വേഗം തിരിഞ്ഞു നടന്ന് പുറത്തേക്ക് പോയി. സാറ വരുന്നത് കണ്ടതും അനുനീയും വേഗം മുറിയുടെ മുന്നിലേക്ക് മാറി. അപ്പൊ പപ്പയ്ക്ക് ചെറിയൊരാട്ടുണ്ട്. ഇനി ചിലപ്പോ ഒന്ന് അലിയാൻ ചാൻസ് ഉണ്ട്, അല്ലടി നീയെ പെണ്ണെ? നീയുടെ കയ്യിൽ പിടിച്ച് ചിരിയോടാണ് ചോദിച്ചതും സാറേയും പപ്പയുടെയും സംസാരമൊക്കെ കണ്ട് അത്രയും നേരം തെളിച്ചത്തോടെ ഇരുന്ന നീയുടെ മുഖം പെട്ടെന്ന് മങ്ങി. എനിക്കറിയില്ല, അനുവിനെ രൂക്ഷമായി നോക്കി പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ച് നീയെ തന്റെ മുറിയിലേക്ക് നടന്നകുന്നു. അവള് പോകുന്നത് വേദനയോടൊന്ന് നോക്കി നിന്നു മഞ്ഞു. രാത്രിയിൽ ബെഡിൽ സൈഡ് ചെരിഞ്ഞ് കിടന്നുകൊണ്ട് കുഞ്ഞുപെണ്ണ് പാല് കൊടുക്കുകയാണ് നീയ. അപ്പോഴാണ് ആൽഫി ഡോറ് തുറന്ന് അകത്തേക്ക് പോകുന്നത്. കുഞ്ഞിന് പാല് കൊടുക്കുന്ന പെണ്ണിനെ കണ്ടും ചിരിയോടൊന്ന് നോക്കിയിട്ട് തിരിഞ്ഞു പോകാനായി തുടങ്ങിയത്. ഇച്ചായ ഇങ്ങ് കയറി പോര്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കാതെ തന്നെ നീയുടെ വിളി വന്നതും ആൽഫിയുടെ ചുണ്ടിൽ അതിമനോഹരമായ ചിരി വന്നു. അവൻ കഥ കടിച്ചിട്ട് ബെഡിലേക്ക് നടന്നു. അപ്പോൾ അവന്റെ മനസ്സിൽ അന്ന് കുഞ്ഞിന് പാല് കൊടുക്കണമെങ്കിൽ തന്നോട് കാറിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ അവന്റെ ദേശക്കാരി പെണ്ണിനെയാണ്. കുറുമ്പി ഉറങ്ങുവാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് കരുതിയ ഞാൻ തിരികെ പോകാൻ തുടങ്ങി. അവൾക്കടുത്തേക്ക് ബെഡിലേക്ക് വന്നിരുന്നു കൊണ്ട് ചിരിയോടെ ആൽഫി പറഞ്ഞു. നീ കപ്പയെ കാണുന്നു പറഞ്ഞൊരു കിൻഡൽ ബഹളം കഴിഞ്ഞ് ഇപ്പോഴാ കാന്താരുന്ന് ഉറങ്ങി തുടങ്ങി. പാതി മയക്കാം, പക്ഷെ എന്നീന്ന് പിടിവിട്ടില്ല ഇച്ചാന്റെ കുറുമ്പി. നീയെ കുഞ്ഞിപ്പെണ്ണിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ആൽഫിയും കുഞ്ഞിനെ ഒന്ന് നിർത്തി നോക്കി. പാതി ഉറക്കാണെങ്കിലും അമ്മയെന്ന് നയിന്നുണ്ട് പെണ്ണ്. അത് കാണി അവനൊന്ന് ചിരിച്ചു. പിന്നെ ഇച്ചായ ഇന്നൊരു സംഭവം ഉണ്ടായി. പെട്ടെന്ന് കുഞ്ഞിപ്പെണ്ണിൽ നിന്നും കണ്ണു മാറ്റി ആൽഫിയെ നോക്കിക്കൊണ്ട് നീയ രാവിലെ എബ്രഹാമും സാറയും തമ്മിലുണ്ടായതൊക്കെ പറഞ്ഞു.
പാപ്പക്ക് സാറമ്മയോട് ദേഷ്യമുണ്ട്, പക്ഷേ വെറുപ്പില്ലെന്ന ചായ തോന്നുന്നേ. ഒരുപാട് സ്നേഹിച്ചതല്ലേ, ദേഷ്യവും പരിഭവവും കാണിച്ചാലും വെറുക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ പെണ്ണെ നീ. ചിരിയോടെ ആൽഫി പറഞ്ഞത് നീയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. പെട്ടെന്ന് ഏതോ ഓർമ്മയിൽ അവളിൽ നിന്ന് മുഖം മാറ്റി കുഞ്ഞു പെണ്ണൊന്ന് നോക്കി. തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ പെണ്ണെ? അവളുടെ വാടിയ മുഖം കണ്ടവൻ തിരക്കി. ഏയ് ഒന്നുമില്ല ചായ. മോളെങ്ങനെ നോക്കി കിടന്നപ്പോൾ മമ്മിയെ ഓർമ്മ വന്നെനിക്ക്. എന്തോ വല്ലാത്തൊരു ഫീലിങ്സ്. അവൾ പറഞ്ഞതും ആൽഫിയുടെ മുഖം ഒന്ന് പാടി. ലിയോണിനെ പോയി ഇന്ന് കണ്ടതും സംസാരിച്ചതുമൊക്കെ അവൻ ഓർത്തു. ദേ മോളുറങ്ങി, നീയും കുറച്ചു നേരം കിടന്നുറങ്ങിക്കോ. ചുമ്മാ പഴയതൊന്നും ആലോചിക്കണ്ട. ഞാൻ ഒന്ന് കുളിച്ചേച്ചും വരാം. ആൽഫി പറഞ്ഞത് നീ ആ കുഞ്ഞിപ്പെണ്ണിനെ പയ്യെ തനിയെ നടത്തി മാറ്റി കിടത്തി. എന്നിട്ട് അവൾ ടോപ്പ് ശരിയാക്കിയിട്ട് കുഞ്ഞിനോടൊപ്പം കിടന്നു. പതിയെ മോളെ തട്ടിക്കൊടുത്തു. ആൽഫി കുഞ്ഞൂസിന്റെ ഉണ്ടക്കവളൊന്ന് മുത്തി. കൂടെ നീയുടെ കവളിലും അവൻ ചുണ്ട് ചേർത്തു. ഓർക്ക ഗുളികയാണെന്ന് കൂടി പെണ്ണെ. ഒരു കണ്ണിറക്കി ചിരിയോടെ പറഞ്ഞുകൂടെ അവൻ ബാത്റൂമിലേക്ക് നടന്നതും നീയുടെ കവളിൽ ചുവപ്പ് രാശി വിരിഞ്ഞു തന്നു. പിന്നെ നാളെ നമുക്ക് മോളെയും കൊണ്ട് ശിവയുടെ വീട്ടിൽ പോകണം. രാധമ്മ നിന്നെയും കുഞ്ഞിനെയും കാണുന്നവന് ബഹള. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് പറഞ്ഞതും നീ ഓക്കെ എന്ന് തലയാട്ടി. നാളെ നീയെ കാണാൻ ശിവയുടെ വീട്ടിലേക്ക് ലിയോൺ വരും. അതോർത്തുകൊണ്ട് ആൽഫി ബാത്റൂമിലേക്ക് നടന്നു. ഇതേ സമയം തൻ്റെ ബെഡിലിരുന്ന് ബെഡിനോട് ചേർന്ന് നിൽക്കുന്ന കാർത്തികയുടെ അരയിൽ കൂടി വട്ടം പിടിച്ച് അവളുടെ മേലെ മുഖമമർത്തി പൊട്ടിക്കരയുകയായിരുന്നു ലിയോൺ. കാർത്തുവിൻ്റെ കൈകൾ അവനെ തലോടി ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ആൽഫി ഏൽപ്പിച്ച് ജൂലിയുടെ ഡയറി അവൻ വായിച്ചിരുന്നു. വിടില്ല, വെറുതെ വിടില്ല ഞാൻ അയാളെ. കരയുന്നതിനിടയിൽ പകയോടെ ലിയോൺ അലറുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ടല്ലേ. അപ്പൊ മമ്മി കാരണം അന്ന് സാറയും എബിയങ്ങളും തമ്മിലുള്ള കല്യാണം മാറിപ്പോയത്? ക്രിസ്റ്റീനെ ചോദിച്ചതും ആണെന്ന രീതിയിൽ തലയാട്ടി ജെസി മകളോട് പഴയ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. വെറുതെയല്ല ആ സാറൊക്കെ മമ്മിയുടെ ഇത്ര കലിപ്പ്. എബിയങ്ങളുടെ സൂസിയെ കെട്ടേണ്ടി വന്നത് അപ്പൊ മമ്മിയുടെ കളിയാണല്ലേ എന്ന് പറഞ്ഞ സൂസി ഞാൻ അന്നേ കൂട്ടാടി മോളെ. ഇങ്ങനൊരാവശ്യം അവൾ പറഞ്ഞതും തള്ളിക്കളയാൻ തോന്നിയില്ല. പക്ഷേ അതൊക്കെ പഴയ കാര്യം. ഇന്നലത്തെ എബിച്ചായന്റെ ഫയറിൽ നീയും കേട്ടതല്ലേ മോളെ. ദേഹത്ത് പിടിക്കാൻ ചെന്ന് സാറേ നിർത്തി കരയിച്ചില്ലേ ചായും. അതോടെ ഒന്നുറപ്പാ, അവരോട് പണ്ടുണ്ടായിരുന്നത് പോലത്തെ പ്രേമം പോയിട്ട് സാറോട് ശകലം താല്പര്യം പോലും വെപ്പിച്ചാനില്ല. അത് ശരിയാ. ആ നീയുടെ ഒറ്റ നിർബന്ധത്തിലല്ലേ അവൻ ഈ വീട്ടിൽ നിൽക്കുന്നേ. എബി അങ്കിളിന് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് സാറെ ഇവിടെ നിന്ന് ഇറക്കാൻ അങ്ങളെ വിചാരിച്ച നടക്കും. മോളെന്താ ഉദ്ദേശിക്കുന്നേ? ജെസിയുടെ നെറ്റി ചുളിഞ്ഞു. ഇപ്പൊ ഈ വീട്ടിലെല്ലാവരുടെയും ഫേവറേറ്റ് ആരാ മമ്മി? ആ കൊച്ചല്ലേ. എന്റെ ആൽഫിച്ചായൻ എന്നീന്ന് എന്നേക്കുമായി അകറ്റാനായി വന്നോ ലിറ്റിൽ ഡെവിൾ. ആ കൊച്ചിന് സാറ പോലൊരു കയ്യബദ്ധം പറ്റിയ അതുപോരെ അവരെന്നേക്കുമായി ഇവിടെ ഉള്ളവരിൽ നിന്നും പറഞ്ഞു വിടാൻ. ഒരു പിടിക്ക് 3 എന്ന പോലെ. അതോടെ നീയുടെ ശല്യം തീരും. കണ്ണിൽ വല്ലാത്തൊരു ഉന്മാദ പകയോട് അവൾ പറഞ്ഞു. അപ്പോൾ അവളുടെ ഉള്ളിൽ അന്ന് അവൾക്ക് പ്രിയപ്പെട്ടവൻ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് പറഞ്ഞ വാക്കുകളായിരുന്നു. മോളെ, കൊച്ചിനെ ഉപദ്രവിക്കെന്ന് വെച്ചാ അത് വേണോ? നമുക്ക് വേറെന്തെങ്കിലും? വേറെ ഒന്നുമില്ല. ആ കുഞ്ഞ് ഈ വീട്ടിൽ ആൽഫിച്ചായന്റെ മകളായിട്ട് വേണ്ടെന്ന് വെച്ചാ വേണ്ട. മനസ്സിലായോ മമ്മിക്ക്? ജെസി പറഞ്ഞ് മൊഴിവെക്കും മുന്നേ ക്രിസ്റ്റീന അവരോട് അലറി. മനസ്സിലായി. പേടിച്ചു പോയ ജെസി വിറയിലോടെ പറഞ്ഞു. ആൽഫിയുടെ കാര്യത്തിൽ വല്ലാത്തൊരു ഭ്രാന്തിയായിരിക്കുകയാണ് ക്രിസ്റ്റീന. അത് ജെസ്സി ഇപ്പൊ പലപ്പോഴായി കാണുന്നുണ്ട്. മകളുടെ ഭ്രാന്ത് എവിടെ പോയി നിൽക്കുന്നോർത്ത് ആദ്യമായി ജെസ്സിയിൽ വല്ലാത്തൊരു ഭയമുള്ളെടുത്തു. ചിങ്കാരിപ്പെണ്ണ്, അച്ഛമ്മയുടെ ചുന്ദരി കുട്ടിയായത്. തന്റെ മടയിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ ഉണ്ടകവളിൽ വാത്സല്യത്തോടെ പിടിച്ചുകൊണ്ട് രാധ കൊഞ്ചലോടെ ചോദിച്ചതും കുഞ്ഞിപ്പെണ്ണ് നാണത്തോടെ ചിരിച്ചു. രാധക്കടുത്തിരുന്ന് നീയെയും അവർക്കപ്പുറത്തെ സോഫയിലിരിക്കുന്ന ആൽഫിയും ചിരിയോടെ അവർ നോക്കിയിരുന്നു. ശിവയുടെ വീട്ടിൽ വന്നതാണ് ആൽഫിയും നീയും കുഞ്ഞൂസും കൂടി. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് സംസാരിച്ചിരിക്കുവാണ് അവര്. ആൽഫിക്കൊപ്പം നീയെയും കുഞ്ഞിനെയും കണ്ട രാധ ആദ്യം കരഞ്ഞു. പിന്നെ കെട്ടിപ്പിടുത്തവും സന്തോഷവും കുഞ്ഞിപ്പെണ്ണെ കളിപ്പിക്കലൊക്കെ ആയി. ഒരിക്കൽ പോലും തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും പണ്ട് ശിവ വഴി പലപ്പോഴായി മിണ്ടിയിട്ടുണ്ട് നീയും രാധയും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഇരുവരിലും നല്ലൊരു അടുപ്പം പണ്ടേ ഉണ്ട്. ആൽഫിയെ പോലെ തന്നെയാണ് രാധയ്ക്ക് നീയും. അല്ല, ശിവയും മനു എവിടെ പോയെന്നാ പറഞ്ഞേ? ഭദ്രയിൽ നമ്മുടെ കരിങ്കൽ കോറിയുടെ ലീസ് അനുവിന്റെ പേരിൽ പുതുക്കിയത്. അതിന് പേപ്പർ എന്തോ ഇന്ന് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി കൊടുക്കാൻ വേണ്ടി പോയേക്കുവാ. ഇപ്പൊ എത്തും. രാധ പെട്ടെന്ന് ആൽഫിയോടായി ചോദിച്ചതും മോൻ മറുപടി നൽകി. ആൽഫി പറഞ്ഞത് കേട്ടതും നീയുടെ മനസ്സിൽ അനുവായിരുന്നു. രാവിലെ ശിവക്കൊപ്പം പോകുന്ന കാര്യം ഇച്ചായം പറഞ്ഞപ്പോൾ മടിയോടെ നിന്നുകൊണ്ട്
ശിവ കൂട്ടാൻ വന്നതും പരസ്പരം തമ്മിൽ ഒന്നും മിണ്ടാതെ അപരിചിതരെ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിപ്പോയ അവരിരുവരെയും കണ്ടപ്പോൾ ഒന്ന് പുള്ളി. ശിവേട്ടനെന്ന് പറഞ്ഞാൽ ജീവൻ കളഞ്ഞിരുന്ന പെണ്ണാണ്. ഇന്ന് ആ സമീപത്ത് പോലെ ഒന്ന് നിൽക്കാൻ മടിക്കുന്നു. നീർ ദീർഘനിശ്വാസം വിട്ടു. പാപ്പമേഞ്ഞു. പെട്ടെന്ന് രാധയുടെ മടിയിൽ നിന്ന് കുഞ്ഞിപ്പെണ്ണ് ഏന്തി വലിഞ്ഞ് ചുരുങ്ങിക്കൊണ്ട് നീയുടെ ദേഹത്തേക്ക് ചാടി. കുഞ്ഞിനിത്തിരി പാല് കൊടുക്കും മോളെ, വിശക്കുന്നുണ്ടാവും. നമ്മൾ കഴിച്ചപ്പോൾ കുറുമ്പി ഒന്നും കഴിക്കാതെ കളിക്കുമല്ലായിരുന്നോ? മോള് ചെല്ല്, അകത്തെ റൂമിൽ പോ, കുഞ്ഞിനൊന്ന് കിടത്തി ഉറക്കുകയും ചെയ്യാം. രാധ പറഞ്ഞത് നീയെ കുഞ്ഞിപ്പെണ്ണ് നോക്കി. ഉറക്കച്ചടവുണ്ട് പെണ്ണിന്. അവൾ കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റ് അകത്തെ മുറിയിലേക്ക് നടന്നു. ആൽഫ അവളുടെ പിറകെ പോകാൻ തുടങ്ങിയതും നിക്കട ചേക്ക, നിനക്ക് എന്നാ അവിടെ കാര്യം? രാധ അവന്റെ കയ്യിൽ പിടിച്ച് കളിയോടെ ചോദിച്ചു. അല്ല രാധമേ, കുഞ്ഞിന് പാല് കൊടുക്കാൻ എൻ്റെ വല്ല സഹായം വേണമെങ്കിലോ? പിന്നെ നീ സഹായിച്ചിട്ടല്ലേ അവൾ കുഞ്ഞിന് മുല കെട്ടുന്നത്. ഇവിടെ ഇരിക്കട ചേക്ക, നിന്റെ സഹായത്തിന്റെ കൂടുതലാ നീ നമ്മളുടെ കയ്യിലിരിക്കുന്ന കുറുമ്പി പെണ്ണ്. കള്ളശകാരത്തോടെ പറഞ്ഞുകൊണ്ട് രാധമോഹനെ പിടിച്ച് സോഫയിലിരുത്തിയതും ആൽഫി ചമ്മിയെ ചിരിയോടെ നീയൊന്ന് നോക്കി. അവളൊരു പൊട്ടിച്ചിരിയായിരുന്നു. എന്നിട്ട് വേഗം കുഞ്ഞിപ്പെണ്ണയും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി കഥകടച്ചു.